പ്രതിരോധ ശേഷി അഥവാ റെസിലിയൻസ് സാധാരണയായി വ്യക്തികളുമായി ബന്ധപ്പെടുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ വ്യക്തികൾക്കായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് സ്ഥാപനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവായി ഇത് മാറിയിരിക്കുന്നു. സ്കൂളുകൾ, കമ്പനികൾ, സമൂഹങ്ങൾ എല്ലാം തന്നെ വെല്ലുവിളികൾ നേരിടും. പദ്ധതികൾ പരാജയപ്പെടാം, വിപണി മാറാം, പ്രതിസന്ധികൾ ഉയർന്നു വരാം. ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് വെല്ലുവിളികൾ വരുമോ എന്നതല്ല, അവ വരുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. പ്രതിരോധ ശേഷി വെറും തിരിച്ചുവരവ് മാത്രമല്ല, അത് പഠിക്കാനും പൊരുത്തപ്പെടാനും വെല്ലുവിളികളിലൂടെ കൂടുതൽ ശക്തമാകാനുമുള്ള കഴിവാണ്. വ്യക്തികൾക്ക് ഇത് അനിശ്ചിതത്വത്തിനിടയിൽ വ്യക്തത കണ്ടെത്തുക എന്നതാണ്. സ്ഥാപനങ്ങൾക്ക് ഇത് സാഹചര്യങ്ങൾ മാറുമ്പോഴും ദർശനവും ലക്ഷ്യവും നിലനിർത്തുക എന്നുള്ളതാണ്. ഒരു സ്ഥാപനത്തിൻ്റെ പ്രതിരോധ ശേഷി അതിൻ്റെ പ്രതിരോധ സംവിധാനമാണ്. ശരീരത്തിന് രോഗങ്ങളെ നേരിടാനും ശക്തമാകാനും കഴിയുന്നത് പോലെ സ്ഥാപനങ്ങൾക്കും പ്രതിസന്ധികളെ അതിജീവിച്ച് കൂടുതൽ ആരോഗ്യകരമായി മാറാം. ഒരു സ്ഥാപനത്തിൻ്റെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ കഥ മാത്രം നോക്കാതെ വിവിധ മേഖലകളിലെ മാതൃകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. വിദ്യാഭ്യാസം. സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെട്ടപ്പോൾ ഡിജിറ്റൽ പഠന സൗകര്യവും സൗകര്യപ്രദമായ അധ്യാപന രീതികളും സ്വീകരിച്ചവർ വിദ്യാർത്ഥികളെ പുതിയ രീതിയിൽ പഠിപ്പിക്കുവാനായിട്ട് കഴിയും. ബിസിനസ്സുകൾ വിപണി ഇടിവുകൾ നേരിട്ടപ്പോൾ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വൈവിധ്യമാക്കിയ കമ്പനികൾക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനായി. സമൂഹങ്ങൾ ധനസഹായം കുറയുമ്പോൾ സഹകരണം, വിഭവം പങ്കിടൽ, പുതുമകൾ പരീക്ഷിക്കൽ എന്നിവ സ്വീകരിച്ചവ പ്രാദേശിക കൂട്ടായ്മകളെ കൂടുതൽ ശക്തമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് സാധിച്ചു. പൊതുവായി നോക്കിയാൽ പ്രതിരോധ ശേഷിയുള്ള സ്ഥാപനങ്ങൾ വെല്ലുവിളികളെ നിഷേധിക്കുന്നില്ല, അവയെ അംഗീകരിക്കുന്നു, വേഗത്തിൽ അവയുമായി പൊരുത്തപ്പെടും, വെല്ലുവിളികളെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി മാറ്റും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രായോഗികമായ രീതികളെക്കുറിച്ച് സംസാരിക്കാം. ഒന്നാമതായി, വെല്ലുവിളികളെ സാധാരണമാക്കുക. അവ പരാജയമല്ലെന്നും അത് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയുടെ അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയുടെ ഭാഗമാണെന്നും കരുതുക. 2, ആലോചന പ്രോത്സാഹിപ്പിക്കുക. ഓരോ വെല്ലുവിളിക്ക് ശേഷവും നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മൾ ഈ വെല്ലുവിളിയിൽ നിന്ന് എന്താണ് പഠിച്ചത്. 3, സംവാദം ശക്തമാക്കുക. തുറന്ന ആശയവിനിമയം പ്രതിസന്ധി കാലത്ത് നമ്മുടെ ടീമുകളിലെ വിശ്വാസം വളർത്തുന്നു. 4, ടീമുകളെ ശക്തിപ്പെടുത്തുക. ഉത്തരവാദിത്തം നൽകുക. വ്യക്തികൾക്ക് ഉടമസ്ഥത ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഓണർഷിപ്പ് ഉണ്ടാവുമ്പോൾ പ്രതിരോധ ശേഷി ഓട്ടോമാറ്റിക്കായിട്ട് വളരും. 5, അവസാനമായും വെല്ലുവിളികളെ പുനർവ്യാഖ്യാനിക്കുവാനായിട്ട് പഠിക്കും. പ്രശ്നങ്ങളെ അവസരങ്ങളായി കാണാൻ പഠിക്കും. പ്രതിരോധ ശേഷി വെല്ലുവിളികളെ ഒഴിവാക്കുന്നതല്ല, അവയെ മാറ്റിമറിക്കുന്നതാണ്. സ്ഥാപനങ്ങൾ വലുതോ ചെറുതോ എല്ലാം തന്നെ അനിശ്ചിതത്വം നേരിടും. വളർച്ചയും ഇടിവും തമ്മിലുള്ള വ്യത്യാസം നേതാക്കളും ടീമുകളും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ്. വെല്ലുവിളികളെ പടവുകളായി കാണുമ്പോൾ സ്ഥാപനങ്ങൾ കൂടുതൽ പുതുമയുള്ളതും കൂടുതൽ ബന്ധപ്പെട്ടതും കൂടുതൽ മാനുഷികവുമായി തീരും. പ്രതിരോധ ശേഷി അസാധാരണ സമയങ്ങളിൽ വേണ്ട മാത്രം കഴിവല്ല, അതൊരു ദൈനംദിന പ്രവൃത്തിയായി മാറപ്പെടണം. അടുത്ത തവണ നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു വെല്ലുവിളി നേരിടുമ്പോൾ ഒരു നിമിഷം നിർത്തി ചോദിക്കുക, ഈ വെല്ലുവിളി നമ്മളെ എങ്ങനെ കൂടുതൽ ശക്തമാക്കും? അതാണ് പ്രതിരോധ ശേഷിയുടെ തുടക്കം.